നമസ്കാരം. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ് ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിലും പുതിയ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കുന്നതിലും നമ്മുടെ രാജ്യം എക്കാലവും മുൻഗണന നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ലോകത്ത് ലഭ്യമായ ഏറ്റവും പുതിയ യുദ്ധോപകരണങ്ങൾ നാം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. സുപ്രധാന കരാറുകളിലേക്കും വികസന പദ്ധതികളിലേക്കുമാണ് ഇന്ത്യ കടക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയുടെ കൈകളിലെത്തും. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള കടന്നാക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖല പുതിയ ചുവടുകൾ വയ്ക്കുകയാണ്. ഏറെ നാളുകളായുള്ള രാജ്യത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ആദ്യ 3 AH-64 അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ആർമി. ബോയിങ്ങിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ ഡിസംബറിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ 22 അപ്പാച്ചകളുണ്ട്. 2022 അപ്പാച്ചകൾക്കുള്ള കരാറിൽ ഇന്ത്യൻ ആർമി ഒപ്പുവെക്കുന്നത്. പടിഞ്ഞാറൻ അതിർത്തികളിലും വിജനമായ പ്രദേശങ്ങളിലുമായിരിക്കും ഈ ഹെലികോപ്റ്ററുകൾ സ്റ്റേഷൻ ചെയ്യുക എന്നാണ് വിവരം. തുറന്ന പ്രദേശങ്ങളിലുള്ള പ്രവർത്തനത്തിനായാണ് അപ്പാച്ച ഹെലികോപ്റ്ററുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. കരയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് വ്യോമ പിന്തുണ നൽകും. ശത്രുക്കളുടെ മേൽ കൃത്യമായ ആക്രമണം നടത്തുകയും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ അപ്പാച്ചെ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അമേരിക്കൻ നിർമ്മിത ആക്രമണ ഹെലികോപ്റ്ററാണ് ബോയിങ് AH-64 അപ്പാച്ചെ. ഇവയുടെ പ്രത്യേകതകളിലേക്ക് വന്നാൽ ഇരട്ട ടർബോ ഷാഫ്റ്റ് എഞ്ചിൻ, ടെയിൽ വീൽ ലാൻഡിംഗ് ഗിയർ, 2 ക്രൂ അംഗങ്ങൾക്കായി ടാൻഡം കോക്പിറ്റ്, അത്യാധുനിക സെൻസറുകൾ, നൈറ്റ് വിഷൻ എന്നിവയാണ്. എയർക്രാഫ്റ്റിന്റെ പ്രധാന ബോഡിയായ അപ്പാച്ചയുടെ ഫ്രണ്ട് ഫ്യൂസ്ലേജിന് കീഴിൽ 30mm 230 ചെയിൻ ഗൺ ഘടിപ്പിച്ചിരിക്കുന്നു. AGM-114 ഹെൽഫയർ മിസൈലുകൾ, ഹൈഡ്ര 17 റോക്കറ്റ് പാഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ വഹിക്കാൻ സ്റ്റബ് ചിറകുകളിൽ 4 ഹാർഡ് പോയിന്റുകളുണ്ട്. യുദ്ധസമയത്തെ കേടുപാടുകൾ നേരിടാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും അത്യാധുനിക മൾട്ടി മിഷൻ അറ്റാക്ക് ഹെലികോപ്റ്ററായാണ് ബോയിങ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഡിജിറ്റൽ ആശയവിനിമയത്തിനുള്ള സൗകര്യം, മികച്ച അതിജീവന ശേഷി, പൈലറ്റുമാർക്ക് തീരുമാനമെടുക്കാനുള്ള പിന്തുണ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ്. പ്രതിരോധ മേഖലയിൽ ഇറക്കുമതിക്ക് പുറമെ കയറ്റുമതിയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം കോടി രൂപയിലധികം ആഭ്യന്തര പ്രതിരോധ വ്യവസായ മേഖലയിൽ ഉൽപാദനമുണ്ടായിരുന്നു. പ്രതിരോധ രൂപകൽപ്പന, വികസനം, ഉൽപാദനം എന്നിവയിലെ നയങ്ങളിലൂടെ കഴിഞ്ഞ 8 വർഷത്തിനിടെ വ്യവസായങ്ങൾക്ക് നൽകിയ പ്രതിരോധ ലൈസൻസുകളുടെ എണ്ണത്തിൽ ഏകദേശം 200% വർധനവുണ്ടായത്. ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കും വിധമാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മുന്നേറുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിനായി ഇന്ത്യൻ പ്രതിരോധ മേഖല സദാ പരിശ്രമിക്കുന്നുണ്ട്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ ചെലവ് നടത്തുന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കൂടുതൽ ആയുധങ്ങൾ ഇനിയും ഇന്ത്യൻ പ്രതിരോധ സേനയുടെ കൈകളിലെത്തട്ടെ. നമുക്ക് ചുറ്റും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യമാണ് പ്രതിരോധ രംഗത്ത് നിലവിലുള്ളത്. പുതിയ വെല്ലുവിളികൾ നേരിടാൻ നാം സജ്ജമായേ പറ്റൂ. അതുകൊണ്ട് തന്നെ പുതിയ കരാർ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സജ്ജമാക്കും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.